ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 2-ാമത് വാക്യം, ദൈവത്തിനു വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട് എന്നുള്ള പദത്തിനകത്ത് ആഴമായ 2 ആശയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തിനു വേണ്ടി എന്ന് പറയുകയും സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ദൈവത്തിനു വേണ്ടി എന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥമായി സ്വന്തം നന്മയേക്കാൾ, നേട്ടങ്ങളെക്കാൾ, ഉയർച്ചയേക്കാൾ അധികം ദൈവത്തിനും ദൈവനാമത്തിനും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി ആഴമായി സംസാരിച്ചിട്ടുള്ള, ഇടപെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് തിരുവചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ദീർഘമായ ചരിത്രമാണ് ഓർപ്പിക്കുന്നത്. 44-ാം വാക്യത്തിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ, ശബത്ത് ദിവസത്തിൽ പട്ടണം മുഴുവനും ദൈവത്തെ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി ആളുകൾ വന്നുകൂടിയിട്ടുണ്ട്. ഈ സമയത്ത് യഹൂദന്മാരായ ആളുകൾ പുരുഷാരത്തിൻ്റെ വരവ് കണ്ടിട്ട് അവർ അസൂയ നിറഞ്ഞ് പൗലോസിനെ ആഴമായി ഉപദ്രവിക്കുവാൻ, വാക്കുകൊണ്ടും ശാരീരിക മണ്ഡലത്തിലും ഉപദ്രവിക്കുവാൻ നോക്കുമ്പോഴും പൗലോസിന് വളരെ കൃത്യമായിട്ടറിയാം, തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് ശുഭകരമായ, എനിക്ക് നന്മയുണ്ടാകുന്ന, എനിക്ക് അംഗീകാരം കിട്ടുന്ന ഒരു സാധ്യതയല്ല എൻ്റെ മുൻപിലുള്ളത്. ആഴമായ ഉപദ്രവങ്ങളും നിന്ദകളും പടികളും പരഹാസങ്ങളും അപമാനങ്ങളും എൻ്റെ മുൻപിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും പൗലോസ് എന്താണ് ചെയ്തത്? പൗലോസിനോട് എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം അവരോട് ആധികാരികമായി സംസാരിപ്പാനിടയായി എന്ന് പറയുന്നെങ്കിൽ, പൗലോസിന് സ്വന്തം നേട്ടമല്ല, ദൈവത്തിനു വേണ്ടിയാണ് പൗലോസ് നിൽക്കുന്നതെന്ന് ആ വാക്കുകൾ ആഴമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 27-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാലും 21-ാം വാക്യത്തിനകത്ത് പൗലോസ് പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ കപ്പൽ മുൻപോട്ട് നീക്കി പ്രതിസന്ധിക്കകത്ത് വന്നു നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവശബ്ദം അവരോട് പറയുന്നുണ്ട്, ഏറിയ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് പുരുഷന്മാരെ എൻ്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കാമായിരുന്നു. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളോടുകൂടെ അല്ല നമ്മോടുകൂടെ ദൈവമുണ്ടെന്ന് പൗലോസ് അവരെ ഓർപ്പിച്ചുണർത്തുന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇവിടെയും പൗലോസിൻ്റെ വാക്കുകൾക്കകത്ത് എന്താണ് രേഖപ്പെടുത്തപ്പെടുന്നത്? പൗലോസ് ദൈവത്തിനു വേണ്ടി സംസാരിക്കുകയാണ്. പൗലോസ് തനിക്ക് വേണ്ടിയോ, തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ, തൻ്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ, തൻ്റെ നന്മകൾക്ക് വേണ്ടിയോ സംസാരിക്കുകയല്ല. മറിച്ച് പൗലോസ് തൻ്റെ ദൈവത്തിനു വേണ്ടി, ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ഉത്സാഹിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിനു വേണ്ടി നിൽപ്പാനാണെങ്കിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് ഒരു ചിന്ത മറ്റുള്ളവർക്ക് നൽകിക്കൊടുത്തിട്ട് സ്വന്തം സ്ഥാനങ്ങളും സ്വന്തം മാനങ്ങളും സ്വന്തം നേട്ടങ്ങളും അന്വേഷിക്കുകയല്ല.
വാസ്തവമായി ദൈവം അംഗീകരിക്കത്തക്ക തലത്തിൽ ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നവരായി, ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരായി, ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോ ദിവസങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ നിലകളിൽ പ്രവർത്തിക്കുന്നവരുമായി തീരാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കരുണ കാണിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ല, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദൈവവചനം കേട്ടവരുടെ മേൽ പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.